സെപ്റ്റംബർ 18. ഞാൻ ഉടൻ തന്നെ ഹില്ലിംഗ്ഹാമിലേക്ക് തിരിച്ചു. നേരത്തെ അവിടെ എത്തി. ഗേറ്റിൽ വണ്ടി നിർത്തി ഞാൻ ഒറ്റയ്ക്ക് നടന്നു. ലൂസിയെയോ അമ്മയെയോ ശല്യപ്പെടുത്താതിരിക്കാൻ വളരെ പതുക്കെയാണ് വാതിലിൽ മുട്ടിയത്. ആരെങ്കിലും ഒരു വേലക്കാരി വാതിൽ തുറക്കുമെന്ന് ഞാൻ കരുതി. കുറച്ചുനേരം കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ ഞാൻ വീണ്ടും മുട്ടി ബെല്ലടിച്ചു. അപ്പോഴും മറുപടിയില്ല. ഈ സമയത്തും അപ്പോൾ സമയം 10 മണിയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന വേലക്കാരുടെ മടിയെ ഞാൻ ശപിച്ചു. ഞാൻ വീണ്ടും കൂടുതൽ അക്ഷമയോടെ വാതിലിൽ മുട്ടി. എന്നിട്ടും ആരും വന്നില്ല. ഇതുവരെ ഞാൻ വേലക്കാരെ മാത്രമാണ് കുറ്റപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു തോന്നൽ എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഞങ്ങൾക്ക് ചുറ്റും മുറുകിക്കൊണ്ടിരിക്കുന്ന ദുരന്തത്തിന്റെ മറ്റൊരു കണ്ണിയാണോ ഈ ശൂന്യത? ഞാൻ വന്നെത്തിയത് ഒരു മരണവീട്ടിലേക്കാണോ? അതും വളരെ വൈകി. ലൂസിക്ക് വീണ്ടും ആ ഭയാനകമായ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റും, എന്തിന് ഓരോ സെക്കൻഡും വൈകുന്നത് അവൾക്ക് മണിക്കൂറുകളുടെ അപകടം വരുത്തിവെക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ആകസ്മികമായി എവിടെയെങ്കിലും ഒരു പ്രവേശനം കണ്ടെത്താനാകുമോ എന്നറിയാൻ ഞാൻ വീടിനു ചുറ്റും നടന്നു. അകത്ത് കടക്കാൻ ഒരു വഴിയും ഞാൻ കണ്ടില്ല. എല്ലാ ജനാലകളും വാതിലുകളും അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. നിരാശനായി ഞാൻ പൂമുഖത്തേക്ക് മടങ്ങി. അപ്പോഴാണ് അതിവേഗം പായുന്ന ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം ഞാൻ കേട്ടത്. അവർ ഗേറ്റിൽ നിർത്തി. കുറച്ചു നിമിഷങ്ങൾക്കകം വാൻ ഹെൽസിംഗ് ഓടിവരുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൻ കിതച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ അത് നിങ്ങളായിരുന്നു? ഇപ്പോൾ എത്തിയതേയുള്ളോ? അവൾക്ക് എങ്ങനെയുണ്ട്? നമ്മൾ വൈകിപ്പോയോ? എന്റെ ടെലിഗ്രാം നിങ്ങൾക്ക് ലഭിച്ചില്ലേ? രാവിലെയാണ് ടെലിഗ്രാം കിട്ടിയതെന്നും 1 മിനിറ്റ് പോലും വൈകാതെയാണ് വന്നതെന്നും എന്നാൽ വീട്ടിലുള്ള ആരെയും ശബ്ദം കേൾപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നും ഞാൻ കഴിയുന്നത്ര വേഗത്തിലും വ്യക്തമായും മറുപടി നൽകി. അവൻ ഒന്നു നിന്നു. തൊപ്പി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എങ്കിൽ നമ്മൾ വൈകിപ്പോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവഹിതം നടക്കട്ടെ. അവന്റേതായ പതിവ് ഊർജത്തോടെ അവൻ തുടർന്നു, വരൂ, അകത്ത് കടക്കാൻ വഴിയില്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കണം. ഇപ്പോൾ സമയം തന്നെയാണ് നമുക്കെല്ലാം. ഞങ്ങൾ വീടിന്റെ പിന്നിലേക്ക് പോയി. അവിടെ ഒരു അടുക്കള ജനാല ഉണ്ടായിരുന്നു. പ്രൊഫസർ തന്റെ സ്യൂട്ട് കേസിൽ നിന്ന് ഒരു ചെറിയ സർജിക്കൽ വാൾ സോ എടുത്തു. അതെനിക്ക് നേരെ നീട്ടിക്കൊണ്ട് ജനാലയ്ക്ക് കാവലായിരുന്ന ഇരുമ്പഴികൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഉടൻ തന്നെ അവ മുറിക്കാൻ തുടങ്ങി. വളരെ വേഗം 3 എണ്ണം മുറിച്ചു മാറ്റി. തുടർന്ന് നീളമുള്ള നേർത്ത ഒരു കത്തി ഉപയോഗിച്ച് ഞങ്ങൾ ജനാലയുടെ കൊളുത്ത് പിന്നിലേക്ക് തള്ളി ജനാല തുറന്നു. ഞാൻ പ്രൊഫസറെ അകത്ത് കയറാൻ സഹായിച്ചു. പിന്നാലെ ഞാനും കയറി. അടുക്കളയിലോ അടുത്തുള്ള വേലക്കാരുടെ മുറികളിലോ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിയിലെ എല്ലാ മുറികളും പരിശോധിച്ചു. ജനാലപ്പഴുതിലൂടെ വരുന്ന പ്രകാശത്താൽ മങ്ങിയ വെളിച്ചമുള്ള ഡൈനിങ് റൂമിൽ 4 വേലക്കാരികൾ തറയിൽ കിടക്കുന്നത് കണ്ടു. അവർ മരിച്ചുവെന്ന് കരുതേണ്ടതില്ല. കാരണം അവരുടെ പരുക്കൻ ശ്വാസോച്ഛ്വാസവും മുറിയിലെ ലോഡാനം, മയക്കുമരുന്ന്, രൂക്ഷഗന്ധവും അവരുടെ അവസ്ഥയെക്കുറിച്ച് യാതൊരു സംശയവും അവശേഷിപ്പിച്ചില്ല. വാൻ ഹെൽസിംഗും ഞാനും പരസ്പരം നോക്കി. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞു, അവരെ നമുക്ക് പിന്നീട് നോക്കാം. തുടർന്ന് ഞങ്ങൾ ലൂസിയുടെ മുറിയിലേക്ക് കയറി. എന്തെങ്കിലും ശബ്ദം കേൾക്കാൻ കഴിയുമോ എന്നറിയാൻ ഞങ്ങൾ വാതിൽക്കൽ 1-2 നിമിഷം നിന്നു. എന്നാൽ യാതൊരു ശബ്ദവും കേൾക്കാനില്ലായിരുന്നു. വിളറിയ മുഖവും വിറയ്ക്കുന്ന കൈകളുമായി ഞങ്ങൾ പതുക്കെ വാതിൽ തുറന്ന് മുറിയിൽ പ്രവേശിച്ചു. ഞങ്ങൾ കണ്ട കാഴ്ച ഞാൻ എങ്ങനെ വിവരിക്കും? കട്ടിലിൽ 2 സ്ത്രീകൾ കിടക്കുന്നു. ലൂസിയും അവളുടെ അമ്മയും. അമ്മ ഏറ്റവും ഉള്ളിലായി കിടക്കുകയായിരുന്നു. ഒരു വെള്ള വിരിപ്പ് കൊണ്ട് അവരെ മൂടിയിരുന്നു. പൊട്ടിയ ജനാലയിലൂടെ വന്ന കാറ്റിൽ ആ വിരിപ്പിന്റെ അറ്റം പറന്നുപോയിരുന്നു. ഭയം തളം കെട്ടി നിൽക്കുന്ന ആ വിളറിയ മുഖം പുറത്തു കാണാമായിരുന്നു. അവളുടെ അരികിൽ ലൂസി കിടപ്പുണ്ടായിരുന്നു. അവളുടെ മുഖം കൂടുതൽ വിളറി വെളുത്ത് വികൃതമായിരുന്നു. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന പൂക്കൾ അമ്മയുടെ നെഞ്ചിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അവളുടെ കഴുത്ത് അനാവൃതമായിരുന്നു. അതിൽ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന 2 ചെറിയ മുറിവുകൾ ഇപ്പോൾ ഭയാനകമാംവിധം വെളുത്ത് വികൃതമായി കാണപ്പെട്ടു. ഒരക്ഷരം മിണ്ടാതെ പ്രൊഫസർ കട്ടിലിലേക്ക് കുനിഞ്ഞു. അദ്ദേഹത്തിന്റെ തല പാവം ലൂസിയുടെ നെഞ്ചിൽ മുട്ടാറായിരുന്നു. തുടർന്ന് എന്തോ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളെപ്പോലെ തല പെട്ടെന്ന് തിരിച്ചുകൊണ്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇതുവരെ വൈകിയിട്ടില്ല. വേഗം വേഗം ബ്രാൻഡി കൊണ്ടുവരൂ. ഞാൻ വേഗം താഴേക്ക് പോയി അതെടുത്തു കൊണ്ടുവന്നു. മേശപ്പുറത്ത് കണ്ട ഷെറി മദ്യം പോലെ ഇതിലും മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ എന്ന് സംശയിച്ച് ഞാൻ അത് മണത്തും രുചിച്ചും നോക്കി ഉറപ്പുവരുത്തിയിരുന്നു. വേലക്കാരികൾ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ അസ്വസ്ഥരായി. മയക്കുമരുന്നിന്റെ വീര്യം കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് തോന്നി. ഉറപ്പുവരുത്താൻ ഞാൻ നിന്നില്ല. മറിച്ച് വാൻ ഹെൽസിംഗിന്റെ അടുത്തേക്ക് മടങ്ങി. മറ്റൊരു അവസരത്തിൽ ചെയ്തതുപോലെ അവൻ അവളുടെ ചുണ്ടുകളിലും മോണകളിലും കൈത്തണ്ടയിലും ഉള്ളം കൈയിലും ബ്രാൻഡി പുരട്ടി തിരുമ്മി. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പോയി ആ വേലക്കാരികളെ ഉണർത്തുക.
നനഞ്ഞ ടവൽ കൊണ്ട് അവരുടെ മുഖത്ത് അടിക്കുക, നന്നായി അടിക്കുക. അവരെ കൊണ്ട് ചൂടുണ്ടാക്കാനും തീ കത്തിക്കാനും ചൂടുവെള്ളത്തിൽ കുളിക്കാനും പറയുക. ഈ പാവം കുട്ടി അവളുടെ അരികിൽ കിടക്കുന്ന ആളെപ്പോലെ തണുത്തുറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് അവൾക്ക് ചൂട് നൽകേണ്ടതുണ്ട്. ഞാൻ ഉടൻ തന്നെ പോയി 3 വേലക്കാരികളെ ഉണർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. 4-മത്തെയാൾ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. മയക്കുമരുന്ന് അവളെ കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞാൻ അവളെ സോഫയിലേക്ക് മാറ്റിക്കിടത്തി ഉറങ്ങാൻ അനുവദിച്ചു. മറ്റുള്ളവർ ആദ്യം ഒരു മയക്കത്തിലായിരുന്നു. എന്നാൽ ഓർമ്മ വന്നപ്പോൾ അവർ പരിഭ്രാന്തരായി കരയാൻ തുടങ്ങി. എന്നാൽ ഞാൻ അവരോട് കർശനമായി പെരുമാറി സംസാരിക്കാൻ അനുവദിച്ചില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടത് തന്നെ വലിയ കാര്യമാണെന്നും അവർ വൈകിയാൽ മിസ് ലൂസിയുടെ ജീവൻ കൂടി നഷ്ടപ്പെടുമെന്നും ഞാൻ അവരോട് പറഞ്ഞു. അതിനാൽ കരഞ്ഞുകൊണ്ട് അവർ പാതി വസ്ത്രത്തോടെ തന്നെ തീയും വെള്ളവും തയ്യാറാക്കാൻ പോയി. ഭാഗ്യവശാൽ അടുക്കളയിലെയും ബോയിലറിലെയും തീ അപ്പോഴും ഉണ്ടായിരുന്നു. ചൂടുവെള്ളത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ലൂസിക്കായി ഒരു കുളി തയ്യാറാക്കി അവളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി അതിൽ കിടത്തി. ഞങ്ങൾ അവളുടെ കൈകാലുകൾ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ മുൻവാതിലിൽ ഒരു മുട്ട് കേട്ടു. വേലക്കാരികളിൽ ഒരാൾ ഓടിപ്പോയി കുറച്ച് വസ്ത്രങ്ങൾ കൂടി ധരിച്ച് വാതിൽ തുറന്നു. തുടർന്ന് അവൾ മടങ്ങി വന്ന് മിസ്റ്റർ ഹോംവുഡിൽ നിന്ന് ഒരു സന്ദേശവുമായി ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഞങ്ങളോട് മന്ത്രിച്ചു. അവനോട് കാത്തിരിക്കാൻ പറയാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾക്കിപ്പോൾ ആരെയും കാണാൻ കഴിയില്ല. സന്ദേശവുമായി അവൾ പോയി. ഞങ്ങളുടെ ജോലിയിൽ മുഴുകിയ ഞാൻ അവനെക്കുറിച്ച് പൂർണ്ണമായും മറന്നുപോയി. പ്രൊഫസർ ഇത്രയും തീവ്രമായി പ്രവർത്തിക്കുന്നത് എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് മരണവുമായുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണെന്ന് അദ്ദേഹത്തെ പോലെ എനിക്കും അറിയാമായിരുന്നു. ഒരു ഇടവേളയിൽ ഞാൻ അത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എനിക്ക് മനസ്സിലാവാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് അങ്ങേയറ്റത്തെ ഗൗരവമുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂവെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണോ അവിടെ വെച്ച് നിർത്തുകയും അവളെ സമാധാനത്തിലേക്ക് മാഞ്ഞു പോകാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും ഞാൻ കാണുന്നില്ല. സാധ്യമായ ഏറ്റവും വലിയ ഊർജത്തോടെയും കൂടുതൽ ഭ്രാന്തമായ ആവേശത്തോടെയും അദ്ദേഹം തന്റെ ജോലി തുടർന്നു. ചൂടുഫലം നൽകി തുടങ്ങുന്നതായി ഞങ്ങൾ രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലായി. സ്റ്റെതസ്കോപ്പിലൂടെ ലൂസിയുടെ ഹൃദയമിടിപ്പ് അല്പം കൂടി വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ ശ്വാസകോശത്തിൽ നേരിയ ചലനമുണ്ടായിരുന്നു. വാൻ ഹെൽസിംഗിന്റെ മുഖം പ്രകാശിച്ചു. അവളെ ബാത്ത് ടബിൽ നിന്ന് എടുത്തുണങ്ങാൻ ഒരു ചൂടുള്ള വിരിപ്പിൽ പൊതിയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ആദ്യത്തെ വിജയം നമ്മുടേതാണ്. രാജാവിന് ചെക്ക്. ഇതിനകം തയ്യാറാക്കിയിരുന്ന മറ്റൊരു മുറിയിലേക്ക് ഞങ്ങൾ ലൂസിയെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അവളുടെ തൊണ്ടയിലേക്ക് കുറച്ചു തുള്ളി ബ്രാൻഡി ഒഴിച്ചു കൊടുത്തു. വാൻ ഹെൽസിംഗ് അവളുടെ കഴുത്തിൽ ഒരു മൃദുവായ സിൽക്ക് തൂവാല കെട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൾ ഇപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. ഞങ്ങൾ അവളെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു. വാൻ ഹെൽസിംഗ് വേലക്കാരികളിൽ ഒരാളെ വിളിച്ച് ലൂസിയുടെ കൂടെ നിൽക്കാനും ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ അവളുടെ മേൽ നിന്ന് കണ്ണെടുക്കരുതെന്നും നിർദ്ദേശിച്ചു. തുടർന്ന് എന്നെ മുറിക്ക് പുറത്തേക്ക് വിളിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. പടികൾ ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞു. ഹാളിൽ അവൻ ഡൈനിങ് റൂമിന്റെ വാതിൽ തുറന്നു. ഞങ്ങൾ അകത്തു കടന്നു. അവൻ ശ്രദ്ധയോടെ വാതിലടച്ചു. ഷട്ടറുകൾ തുറന്നിരുന്നുവെങ്കിലും ബ്ലൈൻഡുകൾ ഇതിനകം തന്നെ താഴ്ത്തിയിരുന്നു. മരണം സംഭവിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ബ്രിട്ടീഷ് സ്ത്രീകൾ എപ്പോഴും കർശനമായി പാലിക്കുന്ന ഒരു ആചാരമാണത്. അവൻ എന്തോ കാര്യത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുകയായിരുന്നു. അതിനാൽ ഞാൻ 1-2 നിമിഷം കാത്തുനിന്നു. അവൻ സംസാരിച്ചു. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സഹായത്തിനായി നമ്മൾ എങ്ങോട്ടാണ് തിരിയുക? നമുക്ക് ഉടൻ തന്നെ അവൾക്ക് രക്തം നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ ജീവൻ 1 മണിക്കൂർ പോലും ബാക്കിയുണ്ടാകില്ല. നിങ്ങൾ ഇതിനകം തന്നെ തളർന്നിരിക്കുകയാണ്. ഞാനും ക്ഷീണിതനാണ്. ആ സ്ത്രീകൾ ഇതിന് തയ്യാറായാൽ പോലും അവരെ വിശ്വസിക്കാൻ എനിക്ക് ഭയമാണ്. അവൾക്കായി സ്വന്തം സിരകൾ തുറന്നുതരാൻ തയ്യാറുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? എന്തായാലും എനിക്കെന്താണ് കുഴപ്പം? മുറിയുടെ അരികിലുള്ള സോഫയിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. അതിന്റെ സ്വരം എന്റെ ഹൃദയത്തിന് ആശ്വാസവും സന്തോഷവും നൽകി. കാരണം അത് ക്വിൻസി മോറിസിന്റേതായിരുന്നു. വാൻ ഹെൽസിംഗ് ആദ്യത്തെ ശബ്ദം കേട്ടപ്പോൾ ദേഷ്യത്തോടെ ഞെട്ടിത്തിരിഞ്ഞു. എന്നാൽ ഞാൻ ക്വിൻസി മോറിസ് എന്ന് വിളിച്ചുകൊണ്ട് കൈകൾ നീട്ടി അവനടുത്തേക്ക് ഓടിയപ്പോൾ അവന്റെ മുഖം ശാന്തമാവുകയും കണ്ണുകളിൽ സന്തോഷം നിറയുകയും ചെയ്തു. എന്താണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു. ആർത്തർ ആണെന്ന് തോന്നുന്നു. അവൻ എനിക്കൊരു ടെലിഗ്രാം നൽകി. 3 ദിവസമായി സ്യൂവാർഡിന്റെ വിവരമൊന്നുമില്ല. ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. അച്ഛൻ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ്. ലൂസിക്ക് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. വൈകരുത്. ഹോംവുഡ്, ഞാൻ കൃത്യസമയത്താണ് വന്നതെന്ന് തോന്നുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. വാൻ ഹെൽസിംഗ് മുന്നോട്ട് വന്ന് അവന്റെ കൈ പിടിച്ചു.
അവന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു സ്ത്രീ അപകടത്തിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കാര്യം ഒരു ധീരനായ പുരുഷന്റെ രക്തമാണ്. നീ ഒരു യഥാർത്ഥ പുരുഷനാണ്. പിശാച് അവനാൽ കഴിയുന്നതുപോലെ നമുക്കെതിരെ പ്രവർത്തിച്ചേക്കാം, എന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം ആളുകളെ അയക്കുന്നു. വീണ്ടും ഞങ്ങൾ ആ ഭയാനകമായ ശസ്ത്രക്രിയയിലൂടെ കടന്നുപോയി. വിശദാംശങ്ങൾ പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലൂസിക്ക് വലിയൊരു ആഘാതമേറ്റിരുന്നു. അത് മുമ്പത്തേക്കാളും അവളെ ബാധിച്ചിരുന്നു. ധാരാളം രക്തം അവളുടെ സിരകളിലേക്ക് ചെന്നിട്ടും അവളുടെ ശരീരം മറ്റ് അവസരങ്ങളിലെ പോലെ ചികിത്സയോട് പ്രതികരിച്ചില്ല. ജീവനിലേക്കുള്ള അവളുടെ പോരാട്ടം കാണാനും കേൾക്കാനും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്നിരുന്നാലും ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം മെച്ചപ്പെട്ടു. മുമ്പത്തെ പോലെ തന്നെ വാൻ ഹെൽസിംഗ് മോർഫിൻ കുത്തിവെച്ചു. അത് നല്ല ഫലം നൽകി. അവളുടെ മയക്കം ഗാഠമായ ഉറക്കമായി മാറി. പ്രൊഫസർ കാവലിരുന്നു. ഞാൻ ക്വിൻസി മോറിസിനൊപ്പം താഴേക്ക് പോയി കാത്തുനിന്ന കുതിരവണ്ടിക്കാരിൽ ഒരാൾക്ക് പണം നൽകി പറഞ്ഞയക്കാൻ ഒരു വേലക്കാരിയെ ചുമതലപ്പെടുത്തി. ഒരു ഗ്ലാസ് വൈൻ കുടിച്ച ശേഷം ക്വിൻസിയെ വിശ്രമിക്കാൻ വിട്ടു. ഒരു നല്ല പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ കുക്കിനോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. ലൂസി ഇപ്പോൾ ഉള്ള മുറിയിലേക്ക് ഞാൻ തിരിച്ചുപോയി. ഞാൻ പതുക്കെ അകത്ത് കയറിയപ്പോൾ വാൻ ഹെൽസിംഗ് 1-2 പേജുള്ള ഒരു കുറിപ്പ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൻ അത് വായിച്ചിരുന്നുവെന്നും നെറ്റിയിൽ കൈവച്ചിരുന്നുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നുവെന്നും വ്യക്തമായിരുന്നു. ഒരു സംശയം പരിഹരിക്കപ്പെട്ട ഒരാളുടെ മുഖത്ത് കാണുന്നത് പോലുള്ള ഗൗരവമേറിയ ഒരു സംതൃപ്തി അവന്റെ മുഖത്തുണ്ടായിരുന്നു. ആ കടലാസ് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, നമ്മൾ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത് ലൂസിയുടെ നെഞ്ചിൽ നിന്ന് താഴെ വീണതാണ്. ഞാനത് വായിച്ചു തീർന്നപ്പോൾ പ്രൊഫസറെ നോക്കി നിന്നു. അല്പനേരത്തിന് ശേഷം അവനോട് ചോദിച്ചു, ദൈവത്തെ ഓർത്ത് ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? അവൾക്ക് ഭ്രാന്തായിരുന്നോ? അതോ ഇപ്പോൾ ഭ്രാന്താണോ? അതോ ഇതെന്തു തരം ഭയാനകമായ അപകടമാണ്? എന്ത് പറയണമെന്നറിയാതെ ഞാൻ വല്ലാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വാൻ ഹെൽസിംഗ് കൈ നീട്ടി ആ കടലാസ് വാങ്ങിയിട്ട് പറഞ്ഞു, ഇപ്പോൾ അതേക്കുറിച്ച് വിഷമിക്കേണ്ട. തൽക്കാലം അത് മറന്നേക്കൂ. ശരിയായ സമയത്ത് നിങ്ങൾ ഇതെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ അത് കുറച്ചു കഴിഞ്ഞായിരിക്കും. പിന്നെ എന്നോട് പറയാൻ വന്നത് എന്താണ്? ഇത് എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വീണ്ടും ഞാനായി. മരണ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടായേക്കാം. അപ്പോൾ ആ കടലാസ് ഹാജരാക്കേണ്ടി വരും. അന്വേഷണമൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും അത് പാവം ലൂസിയെ കൊല്ലും. മിസ്സിസ് വെസ്റ്റൻഡയ്ക്ക് ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അവളെ ചികിത്സിച്ച മറ്റ് ഡോക്ടർക്കും അറിയാം. അതുമൂലമാണ് അവർ മരിച്ചതെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താം. നമുക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ പൂരിപ്പിക്കാം. ഞാൻ തന്നെ അത് രജിസ്ട്രാർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അണ്ടർടേക്കറുടെ അടുത്തേക്ക് പോകാം. കൊള്ളാം എന്റെ സുഹൃത്തെ ജോൺ, നന്നായി ചിന്തിച്ചു. ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിൽ മിസ് ലൂസി സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അവളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുള്ളതിൽ അവൾ ഭാഗ്യവതിയാണ്. 1, 2, 3 എല്ലാവരും അവൾക്കായി രക്തം നൽകാൻ തയ്യാറാണ്. ഒപ്പം ഒരു വയസ്സനായ മനുഷ്യനും. അതെ, എനിക്കറിയാം സുഹൃത്തെ ജോൺ, എനിക്ക് കാഴ്ചയില്ലാത്തവനല്ല. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടുതൽ സ്നേഹിക്കുന്നു. ഇനി പോകൂ. ഹാളിൽ വെച്ച് ഞാൻ ക്വിൻസി മോറിസിനെ കണ്ടു. മിസ്സിസ് വെസ്റ്റൻഡ മരിച്ചുവെന്നും ലൂസിക്കും സുഖമില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഭേദമായി വരുന്നുണ്ടെന്നും ഞാനും വാൻ ഹെൽസിംഗും അവളുടെ കൂടെയുണ്ടെന്നും അറിയിച്ചുകൊണ്ടുള്ള ഒരു ടെലിഗ്രാം അവൻ ആർത്തറിന് അയക്കാൻ തയ്യാറാക്കിയിരുന്നു. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവനോട് പറഞ്ഞു. അവൻ എന്നെ പെട്ടെന്ന് പറഞ്ഞയച്ചു. എന്നാൽ ഞാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോൾ ജാക്ക്, നമുക്കിടയിൽ മാത്രം എനിക്ക് 2 വാക്കുകൾ സംസാരിക്കാമോ? ഞാൻ സമ്മതമറിയിച്ച് പുറത്തേക്ക് പോയി. രജിസ്ട്രേഷന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ശവപ്പെട്ടിയുടെ അളവെടുക്കാനും ക്രമീകരണങ്ങൾ ചെയ്യാനുമായി വൈകുന്നേരം വരാൻ ഞാൻ അണ്ടർടേക്കറുമായി സംസാരിച്ച് ഏർപ്പാടാക്കി. ഞാൻ തിരിച്ചെത്തിയപ്പോൾ ക്വിൻസി എനിക്കായി കാത്തിരിക്കുകയായിരുന്നു. ലൂസിയുടെ വിവരമറിഞ്ഞ ഉടൻ അവനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ മുറിയിലേക്ക് പോയി. അവൾ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. പ്രൊഫസർ അവളുടെ അരികിലുള്ള കസേരയിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. അവൻ ചുണ്ടിൽ വിരൽ വച്ചതിൽ നിന്ന് അവൾ ഉടൻ ഉണരുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നതായും സ്വാഭാവികമായ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ താഴെ ക്വിൻസിയുടെ അടുത്തേക്ക് പോയി അവനെ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ബ്ലൈൻഡുകൾ താഴ്ത്തിയിരുന്നില്ല. മറ്റു മുറികളെ അപേക്ഷിച്ച് അത് കുറച്ചുകൂടി പ്രകാശമുള്ളതും സന്തോഷകരവുമായിരുന്നു. ഞങ്ങൾ തനിച്ചായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ജാക്ക് സ്യൂവാർഡ്, എനിക്ക് അവകാശമില്ലാത്ത ഒരിടത്തും കയറി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതൊരു സാധാരണ കേസല്ല. ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും നിനക്കറിയാമല്ലോ. അതെല്ലാം കഴിഞ്ഞുപോയ കാര്യമാണെങ്കിലും അവളെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠ തോന്നാതിരിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് എന്താണ് കുഴപ്പം? ആ ഡച്ചുകാരൻ, അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് കാണാം. നിങ്ങൾ 2 പേരും മുറിയിലേക്ക് വന്നപ്പോൾ
നിങ്ങൾക്ക് ഇനിയും രക്തം ആവശ്യമുണ്ടെന്നും നിങ്ങൾ രണ്ടുപേരും തളർന്നിരിക്കുകയാണെന്നും അവൻ പറഞ്ഞല്ലോ. നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ രഹസ്യമായാണ് സംസാരിക്കുന്നതെന്നും നിങ്ങൾ സ്വകാര്യമായി എന്താണ് ചർച്ച ചെയ്യുന്നതെന്നറിയാൻ ഒരു സാധാരണക്കാരൻ പ്രതീക്ഷിക്കരുതെന്നും എനിക്കറിയാം. എന്നാൽ ഇതൊരു സാധാരണ കാര്യമല്ല. അതെന്തായാലും എന്റെ പങ്ക് ഞാൻ ചെയ്തു. അങ്ങനെയല്ലേ? അതെ, ഞാൻ പറഞ്ഞു. അവൻ തുടർന്നു. ഞാൻ ഇന്ന് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയല്ലേ? ആർത്തറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. 4 ദിവസം മുമ്പ് ഞാൻ അവനെ അവന്റെ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ അവൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ഞാൻ പമ്പാസിലായിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കുതിര ഒറ്റ രാത്രി കൊണ്ട് തളർന്നു വീണതിന് ശേഷം ഇത്ര വേഗം ഒരാൾ ക്ഷീണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വാമ്പയറുകൾ എന്ന് വിളിക്കുന്ന വലിയ വവ്വാലുകളിൽ ഒന്ന് രാത്രിയിൽ അവളെ കടിച്ചു. അതിന്റെ വയറു നിറഞ്ഞതിനാലും അവളുടെ സിരകൾ തുറന്നിരുന്നതിനാലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവൾക്ക് ശരീരത്തിൽ രക്തമില്ലായിരുന്നു. അവൾ കിടന്ന കിടപ്പിൽ തന്നെ എനിക്ക് അവളെ വെടിവെക്കേണ്ടി വന്നു. ജാക്ക്, രഹസ്യം പുറത്തുവിടാതെ നിനക്കെന്നോട് പറയാൻ കഴിയുമെങ്കിൽ പറ. ആർത്തർ ആയിരുന്നില്ലേ ആദ്യം രക്തം നൽകിയത്? സംസാരിക്കുമ്പോൾ ആ പാവം മനുഷ്യൻ വല്ലാതെ ഉത്കണ്ഠാകുലനായിരുന്നു. താൻ സ്നേഹിക്കുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ആകാംക്ഷയിൽ അവൻ വല്ലാതെ വേദനിച്ചിരുന്നു. അവളെ ചുറ്റിപ്പറ്റിയുള്ള ഭയാനകമായ രഹസ്യത്തെക്കുറിച്ചുള്ള അവന്റെ അറിവില്ലായ്മ അവന്റെ വേദന വർദ്ധിപ്പിച്ചു. അവന്റെ ഹൃദയം കരയുകയായിരുന്നു. അത് പുറത്തു കാണിക്കാതിരിക്കാൻ അവൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. മറുപടി പറയുന്നതിനു മുമ്പ് ഞാനൊന്നു നിന്നു. കാരണം പ്രൊഫസർ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിച്ചതൊന്നും ഞാൻ വെളിപ്പെടുത്താൻ പാടില്ല. എന്നാൽ അവന് ഇതിനകം തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. അവൻ ഊഹിച്ചതും ശരിയായിരുന്നു. അതിനാൽ മറുപടി പറയാതിരിക്കാൻ ഒരു കാരണവുമില്ലായിരുന്നു. അതേ വാക്കുകളിൽ തന്നെ ഞാൻ ഉത്തരം നൽകി. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഏകദേശം 10 ദിവസമായി. 10 ദിവസം എങ്കിൽ ഞാൻ ഊഹിക്കുന്നു ജാക്ക് സ്റ്റുവാർട്ട്, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ സിരകളിലേക്ക് ഈ സമയത്തിനുള്ളിൽ 4 കരുത്തരായ പുരുഷന്മാരുടെ രക്തം നൽകപ്പെട്ടിട്ടുണ്ട്. എന്റെ പൊന്നോ, അവളുടെ ശരീരം മുഴുവൻ അതിന് തികയില്ലല്ലോ. എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്ന് അവൻ ദേഷ്യത്തോടെ പാതി മന്ത്രിച്ചു. എന്താണ് ആ രക്തമെല്ലാം വലിച്ചെടുത്തത്? ഞാൻ തലയാട്ടി. അതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം. വാൻ ഹെൽസിങ്ങിനെ ഇതേക്കുറിച്ച് ചിന്തിച്ചു വട്ടായിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല. എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ലൂസിയെ ശരിയായി നിരീക്ഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച ചില ചെറിയ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ടായി. എന്നാൽ അവ ഇനി ആവർത്തിക്കില്ല. എല്ലാം ശരിയാകുന്നതുവരെയോ അല്ലെങ്കിൽ എല്ലാം അവസാനിക്കുന്നതുവരെയോ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ക്വിൻസി കൈ നീട്ടി. എന്നെ കൂടി ഉൾപ്പെടുത്തുക, അവൻ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് നീയും ആ ഡച്ചുകാരനും എന്നോട് പറയുക. ഞാനത് ചെയ്യാം. വൈകുന്നേരം ലൂസി ഉണർന്നപ്പോൾ അവളുടെ ആദ്യത്തെ പ്രതികരണം നെഞ്ചിൽ തപ്പാനായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാൻ ഹെൽസിംഗ് എനിക്ക് വായിക്കാൻ തന്ന ആ കടലാസ് അവൾ പുറത്തെടുത്തു. ശ്രദ്ധാലുവായ പ്രൊഫസർ അതെടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വച്ചിരുന്നു. ഉണരുമ്പോൾ അവൾ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് അവളുടെ കണ്ണുകൾ വാൻ ഹെൽസിംഗിലും എന്നിലും പതിച്ചു. അവൾക്ക് സന്തോഷമായി. പിന്നീട് അവൾ മുറിക്ക് ചുറ്റും നോക്കി. താൻ എവിടെയാണെന്ന് കണ്ടപ്പോൾ അവൾ വിറച്ചു. അവൾ ഉച്ചത്തിൽ കരഞ്ഞു. വിളറിയ മുഖം തന്റെ മെലിഞ്ഞ കൈകൾ കൊണ്ട് മറച്ചു. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും മനസ്സിലായി. തന്റെ അമ്മയുടെ മരണം അവൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ അവളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ സഹതാപം അവൾക്ക് അല്പം ആശ്വാസം നൽകിയിരിക്കണം. എന്നാൽ അവൾ മാനസികമായും ശാരീരികമായും വളരെ തളർന്നിരുന്നു. അവൾ വളരെ നേരം നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു. ഇനി മുതൽ ഞങ്ങളിൽ ഒരാളോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമോ എപ്പോഴും അവളുടെ കൂടെയുണ്ടാകുമെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. അതവൾക്ക് ആശ്വാസം നൽകിയതായി തോന്നി. സന്ധ്യയായപ്പോൾ അവൾ വീണ്ടും മയക്കത്തിലായി. ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ഉറക്കത്തിൽ തന്നെ അവൾ ആ കടലാസ് നെഞ്ചിൽ നിന്നുമെടുത്ത് 2ആയി കീറി. വാൻ ഹെൽസിംഗ് അടുത്തേക്ക് വന്ന് ആ കഷണങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നാൽ അപ്പോഴും ആ കടലാസ് കയ്യിലുണ്ടെന്ന മട്ടിൽ അവൾ കീറുന്ന അഭിനയം തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അവൾ കൈകൾ ഉയർത്തി ആ കഷണങ്ങൾ ചിതറിക്കുന്നത് പോലെ കൈകൾ തുറന്നു. വാൻ ഹെൽസിംഗ് അത്ഭുതപ്പെട്ടതായി തോന്നി. എന്തോ ചിന്തിക്കുന്നത് പോലെ അവന്റെ പുരികങ്ങൾ ചുളിഞ്ഞു. എന്നാൽ അവൻ ഒന്നും പറഞ്ഞില്ല. സെപ്റ്റംബർ 19. കഴിഞ്ഞ രാത്രി മുഴുവൻ അവൾ ഞെട്ടി ഉണർന്നാണ് ഉറങ്ങിയത്. ഉറങ്ങാൻ എപ്പോഴും ഭയപ്പെട്ടിരുന്നു. ഉണരുമ്പോഴെല്ലാം അവൾ കൂടുതൽ അവശയായി. പ്രൊഫസറും ഞാനും മാറി മാറി കാവലിരുന്നു. ഒരു നിമിഷം പോലും ഞങ്ങൾ അവളെ തനിച്ചാക്കിയില്ല. ക്വിൻസി മോറിസ് തന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും രാത്രി മുഴുവൻ അവൻ വീടിനു ചുറ്റും കാവൽ നടക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. പകൽ വന്നപ്പോൾ അതിന്റെ പ്രകാശം പാവം ലൂസിയുടെ ആരോഗ്യത്തിലുണ്ടായ തകർച്ച വ്യക്തമാക്കി കാണിച്ചു. തല തിരിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്ന അല്പം ഭക്ഷണം അവൾക്കൊരു ഗുണവും ചെയ്യുന്നില്ലെന്ന് തോന്നി. ചില സമയങ്ങളിൽ അവൾ ഉറങ്ങി. വാൻ ഹെൽസിംഗും ഞാനും അവൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു. ഉറങ്ങുമ്പോൾ അവൾ കൂടുതൽ ക്ഷീണിതയായി കാണപ്പെട്ടെങ്കിലും
അവൾക്ക് അല്പം കൂടി കരുത്തുള്ളതുപോലെ തോന്നി. അവളുടെ ശ്വാസോച്ഛ്വാസവും മൃദുവായിരുന്നു. പാതി തുറന്ന അവളുടെ വായിലൂടെ പല്ലുകളിൽ നിന്ന് പിൻവലിഞ്ഞ വിളറിയ മോണകൾ കാണാമായിരുന്നു. പല്ലുകൾ സാധാരണയേക്കാൾ കൂടുതൽ നീളമുള്ളതും കൂർത്തതുമായി കാണപ്പെട്ടു. അവൾ ഉണർന്നപ്പോൾ അവളുടെ കണ്ണുകളിലെ മൃദുത്വം ഭാവത്തെ മാറ്റിമറിച്ചു. കാരണം അവൾ മരിക്കാൻ പോവുകയാണെങ്കിലും അവൾ അവളായി തന്നെ കാണപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് അവൾ ആർത്തറിനെ അന്വേഷിച്ചു. ഞങ്ങൾ അവന് ടെലിഗ്രാം അയച്ചു. അവനെ സ്റ്റേഷനിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ക്വിൻസി പോയി. അവൻ എത്തുമ്പോൾ സമയം ഏകദേശം 6 മണിയായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ചുവന്ന വെളിച്ചം ജനാലയിലൂടെ മുറിയിലേക്ക് കടന്നുവന്ന് അവളുടെ വിളറിയ കവിളുകൾക്ക് കൂടുതൽ നിറം നൽകി. അവളെ കണ്ടപ്പോൾ ആർത്തറിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളിൽ ആർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉറക്കവും മയക്കവും കൂടുതൽ ഇടവിട്ട് വന്നിരുന്നു. അതിനാൽ സംസാരിക്കാൻ കഴിയുന്ന സമയങ്ങൾ കുറഞ്ഞു. എന്നാൽ ആർത്തറിന്റെ സാന്നിധ്യം അവൾക്കൊരു ഉത്തേജനമായി മാറിയതുപോലെ തോന്നി. അവൾ അല്പം ഉണർന്നു. ഞങ്ങൾ എത്തിയതിനു ശേഷം ഇത്രയും സന്തോഷത്തോടെ അവൾ അവനോട് സംസാരിച്ചിട്ടില്ല. അവനും സങ്കടം അടക്കിപ്പിടിച്ച് കഴിയുന്നത്ര സന്തോഷത്തോടെ സംസാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി. അവനും വാൻ ഹെൽസിംഗും അവളുടെ കൂടെയുണ്ട്. 15 മിനിറ്റിനുള്ളിൽ ഞാൻ അവർക്ക് പകരം കാവലിരിക്കാൻ പോകും. ഇതിപ്പോൾ ഞാൻ ലൂസിയുടെ ഫോണോഗ്രാഫിലാണ് രേഖപ്പെടുത്തുന്നത്. 6 മണിവരെ അവർ വിശ്രമിക്കാൻ ശ്രമിക്കും. നാളെയോടെ ഞങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അവൾക്കേറ്റ ആഘാതം വളരെ വലുതായിരുന്നു. ആ പാവം കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ.